ഉത്തരാഖണ്ഡിലെ കേദാർനാഥിലേക്കാണ് ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ ഡോളിയിലാണ് പോകുന്നത്. 4 ആൾ കൂടിയിട്ട് ഇങ്ങനെ ഏറ്റിയിട്ട് അതിൻ്റെ നടുവിൽ കസേര ഉണ്ടാവും. അതിലിരുന്നിട്ടാണ് പോണത്. അങ്ങനെ പോവും. കുതിരയുടെ മുകളിൽ കയറിയിട്ട് അങ്ങനെ പോവും. പിന്നെ ഒരു കൊട്ട ഒരാൾ ചുമന്നിട്ട് അതിൽ നമ്മൾ കയറിയിരിക്കുക. അങ്ങനെ പോവാം നമുക്ക്. അപ്പോൾ പലതിനും പല റേറ്റാണ്. എനിക്ക് കുതിരപ്പുറത്ത് കയറിയിരിക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ ഡോളിയിൽ പോകുന്നത്. എല്ലാവർക്കും കുതിരയുടെ മുകളിലിരിക്കാൻ പറ്റില്ല. നല്ല റിസ്ക്കാണ്. നല്ല തട്ടിത്തള്ളിയിടുകയൊക്കെ ചെയ്യും അവർ. നടന്നു പോകുന്നവർ തന്നെ തട്ടിത്തള്ളിയിടും. പിന്നെ പോകുന്ന വഴിക്ക് ഇങ്ങനെ കടകളും എല്ലാം ഉണ്ട് കേട്ടോ. വിശ്രമിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് ഇരുന്ന് വല്ലതും ഭക്ഷണം കഴിച്ചിട്ടൊക്കെ ഇങ്ങനെ പോവാം പതുക്കെ. പിന്നെ മല കയറേണ്ടത് ഒരു 17 കിലോമീറ്റർ പോകണം. അപ്പോൾ ഓക്സിജൻ്റെ കുറവ് നല്ല ഉണ്ടാവും. ഈ പയ്യന്മാരെല്ലാം നേപ്പാളികളാണ് കേട്ടോ. കുതിരകളെ കൊണ്ടുവന്നതും ഡോളി പിന്നെ ആൾക്കാരെ ചുമന്ന് കൊണ്ടുവന്നതൊക്കെ നേപ്പാളികളാണ്. പിന്നെ ഹെലിപ്പാഡും ഉണ്ട് കേട്ടോ. ഹെലികോപ്റ്ററിലും വരാം. അത് ഗ്രൂപ്പായിട്ട് പോകുമ്പോഴൊന്നും അത് ശരിയാവില്ല. ചിലപ്പോൾ മഴ ഉള്ള സമയത്തൊക്കെ അവരത് നിർത്തി വയ്ക്കും. അപ്പം നമുക്കത് ഗ്രൂപ്പിൻ്റെ ഒപ്പം നമുക്ക് കൂടാൻ കഴിയില്ല. ഞങ്ങൾ ഉച്ചയായി അവിടെ മല കയറി എത്തിയപ്പോൾ. ദീപാരാധനയ്ക്കാണ് ഞങ്ങളവിടെ തൊഴാൻ പറ്റിയത്. 5-6 മണിക്കൂർ ഞങ്ങൾ ലൈനിൽ നിൽക്കേണ്ടി വന്നു. അവിടെ കുറേ സന്യാസിമാരൊക്കെ ഉണ്ട് കേട്ടോ. അവരിങ്ങനെ താല പിടിച്ച് നടക്കുന്നുണ്ടാവും ദക്ഷിണ കൊടുക്കാൻ വേണ്ടി. ഇതിൻ്റെ ക്ഷേത്രത്തിൻ്റെ പിറകുവശത്ത് 2013 പ്രളയത്തിൽ അവിടെ വലിയൊരു കൂറ്റൻ പാറ വന്ന് തടഞ്ഞു നിന്നിട്ട് അമ്പലത്തെ രക്ഷിച്ചത്. ബാക്കി എല്ലാം നശിച്ചു പോയി. ഒരുപാട് ജനങ്ങൾ മരിച്ചുപോയി. അവിടെ മൊത്തം നശിച്ചു. ആ അമ്പലത്തിന് ഒരു കേടും പറ്റാതെ ആ പാറ കല്ലവിടെ ഉള്ളതുകൊണ്ട് വെള്ളം 2 ഭാഗത്തു കൂടെ മാറിപ്പോവുക ചെയ്തത്. അതിനുശേഷം ആ പാറക്കല്ലിനെയും അവിടെ പൂജിക്കുന്നുണ്ട്. പിന്നെ ശങ്കരാചാര്യരുടെ ഒരു പ്രതിമ ഉണ്ട് അവിടെ.